students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. Find the intervals in which the following functions are strictly increasing or decreasing. Okay, so നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് ഇന്റർവെൽസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതിന്റെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എ പാർട്ട്, x square plus 2x minus 5. ഓക്കെ, സോ x square plus 2x minus 5 നമുക്ക് ഇതിനെ നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് എടുക്കാം. f of x is x square plus 2x minus 5. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് f dash of x കണ്ടുപിടിക്കണം അല്ലെ. സോ f dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? f dash of x is equal to 2x plus 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? f dash of x is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം അല്ലെ. സോ f dash of x is equal to 0. അപ്പം 2x plus 2 is equal to 0. So 2x is equal to minus 2 and x is equal to minus 1. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് -1 എന്ന് കിട്ടി അല്ലെ. സോ ഇനി നമുക്ക് നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, -∞ മുതൽ ഇൻഫിനിറ്റി വരെ നമ്മുടെ -1 ഇവിടെ കിടക്കട്ടെ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ എഴുതേണ്ടത്? ഫസ്റ്റ് നമ്മുടെ ഇന്റർവെൽസ്, പിന്നെന്താണ് നമ്മുടെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, അതായത് f dash of x, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ f dash of x. f dash of x എന്ന് വെച്ചാൽ എന്താണ്? 2x plus 2 ആണ് അല്ലെ. ദാറ്റ് ഈസ് 2x plus 2. ഓക്കെ, ഇനി എന്താണ് അടുത്ത കോളത്തില്? ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ, സോ നമ്മൾ ഇന്റർവെൽസ് എന്തൊക്കെയാ? -∞ മുതൽ -1 അല്ലെ, അതൊരു ഇന്റർവെൽ. -∞, -1, പിന്നെ അടുത്ത ഇന്റർവെൽ എന്താണ്? -1 മുതൽ ഇൻഫിനിറ്റി വരെ. -1 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, സോ നിങ്ങൾ എന്താണ് -∞ മുതൽ -1. ഓക്കെ, അതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ എന്താണ്? നമുക്കൊരു -2 ഇട്ട് കൊടുക്കാം. ഓക്കെ, -2 2 into -2 is -4, -4 plus 2 is -1 അല്ലെ. സോ നിങ്ങൾ എന്ത് ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. സോ എന്താണ് നെഗറ്റീവ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? അത് ഡിക്രീസിങ് ആണ്. ഓക്കെ, സോ ഇനി എന്താണ്? -1 to ഇൻഫിനിറ്റി. ഓക്കെ, സോ നമുക്കൊരു 0 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് +2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 to the 4 5 6. ഓക്കെ, സോ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ്. ഓക്കെ, സോ എന്താണ്? ഫൈൻഡ് ദ ഇന്റർവെൽസ്, അതായത് -1 -∞ this function is decreasing and -1 this function is increasing എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, 10 - 6x - 2x square അല്ലെ. സോ നമുക്ക് ഇതിനെ f of x is equal to 10 - 6x - 2x square എന്ന് എഴുതാം. സോ f dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് 0 ആയി പോവും. -6 - 4x അല്ലെ. സോ നമ്മൾ എന്താണ് നെക്സ്റ്റ് നമുക്ക് f dash of x നെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ -6 - 4x is equal to 0. So -4x is equal to 6 and x is equal to -6/4. Okay, 2 3/2 അല്ലെ. -3/2 എന്ന് കിട്ടും. So that is equal to -1.5. -3/2 എന്ന് വെച്ചാൽ -1.5 വരും. ഇനി നമുക്ക് എന്താണ് നമ്മുടെ നമ്പർ ലൈനിൽ -∞ to ഇൻഫിനിറ്റി നമ്മുടെ -3.2 അല്ലെങ്കിൽ നമ്മുടെ 1.5 -1.5 അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമുക്ക് ഇന്റർവെല് f dash of x എന്ന് പറഞ്ഞാൽ എന്താണ്? dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് f dash of x. -6 - 4x അല്ലെ. -6 - 4x, പിന്നെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ f dash of x ലാട്ടോ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, f dash of x ലാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു എന്താണ് വാല്യൂ എടുത്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ അറിയാതെ f of x ഇട്ട് കൊടുക്കരുത്. ഓക്കെ, സോ ഇനി എന്താണ് നമ്മുടെ ഇന്റർവെൽ എന്താണ്? -∞ മുതൽ -3/2 വരെ.
അടുത്ത എന്താണ് -3/2 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതായത് ഫസ്റ്റ്, അതായത് ഇതിൽ f'(x) ഈ ഫസ്റ്റ് ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇന്റർവെൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് കിട്ടും. സോ ഇതെന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഡിക്രീസിങ്. സോ ഈ ഇന്റർവെല്ലിൽ ഇൻക്രീസിങ്ങും ഈ ഇന്റർവെല്ലിൽ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Next question, f of x is equal to -2x cube -9x square -12x plus 1. Okay, so എന്താണ്? നമുക്ക് ആദ്യം തന്നെ f' of x കാണാം. f' of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? So 3 2s are 6 അല്ലേ? So -6x square. Okay, and അടുത്തത് -9 2s are 18x -12. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് 9x സ്ക്വയറിനെ എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് ഞാൻ എന്താണ് -6x സ്ക്വയർ എന്ന് എഴുതി. നിങ്ങളോട് മാറ്റി 2x³ നോക്കുക. സോ -2x³ 3 × x സ്ക്വയർ. ഓക്കെ, സോ -6x സ്ക്വയർ. അങ്ങനെയാണ് ഡയറക്റ്റ് നമ്മൾ എഴുതിയത്. ഓക്കെ, സോ എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാറ്റി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്താണ് f' of x is equal to 0 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന് മുമ്പ് ഇവിടേക്ക് നമുക്ക് കോമൺ എടുക്കാം അല്ലേ? നമുക്ക് എന്തോ കോമൺ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ കോമൺ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ട് കോമൺ ഒക്കെ എടുത്തങ്ങ് തീർക്കുക. എന്നിട്ട് പിന്നെ ഇക്വേറ്റ് ചെയ്യുക, 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോമൺ എടുക്കാം. -6നെ കോമൺ എടുക്കാം. -6നെ കോമൺ എടുക്കാം x² പ്ലസ് 3x പ്ലസ് 2 എന്ന് വരും അല്ലെ? x² പ്ലസ് 3x പ്ലസ് 2 എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? -6 നമുക്ക് ഇതിനെ എന്താണ് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അതായത് 2 വരും പ്രോഡക്റ്റ്. ആൻഡ് സം ഇസ് ഈക്വൽ ടു 3. ഓക്കെ, സോ നമുക്ക് 2 × 1. ഓക്കെ, 2 ഉം 1 ഉം ആണ്. അതായത് x + 2 × x + 1 അല്ലെ? സോ ദാറ്റ് ഈസ് x + 1 × x + 2. ഇങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് എല്ലാം നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ f' of x is equal to 0. കാരണം നിങ്ങൾക്ക് f' of x ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ വാല്യൂസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കത്തില്ലേ? എവിടെ ഇന്റർവെൽ എഴുതിയിട്ട് പിന്നെ f' of x വാല്യൂസ് ഇട്ട് കൊടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിലിട്ട് കൊടുക്കുന്നേക്കാളും നിങ്ങൾക്ക് എളുപ്പം ഇതിലിട്ട് കൊടുക്കുന്നതല്ലേ? ഓക്കെ, സോ ഇത് ഫുള്ള് നമ്മൾ ചെയ്തങ്ങ് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ f' of x is equal to 0 ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ -6 × x + 1 × x + 2 is equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x + 1 അതായത് -6 അങ്ങ് 0 ആവും ഓട്ടോമാറ്റിക്കലി. x + 1 is equal to 0 എന്നും പറയാം. x + 2 is equal to 0 എന്നും പറയാം. സോ എക്സിന്റെ വാല്യൂ -1 ഉണ്ട്, ഇവിടെ എക്സിന്റെ വാല്യൂ -2 ഉണ്ട്. സോ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, -1 ഉം -2. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ നമ്പർ ലൈനിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ നമ്പർ ലൈനിൽ ∞ ഉണ്ട്, x is equal to -2 ഉണ്ട്, -1 ഉണ്ട്. ഓക്കെ, സോ -1 ഉം -2 നമ്മൾ നമ്മുടെ നമ്പർ ലൈനിൽ അതിനെ എന്താണ് മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഇന്റർവെല്ല് നമ്മുടെ f' of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇത് -6 × x + 1 × x + 2 x + 1 × x + 2 പിന്നെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ, സോ നമ്മുടെ ഇന്റർവെൽസ് ഏതൊക്കെ വരും? -∞ -2 വരും അല്ലെ? -∞ മുതൽ -2 പിന്നെ -2 മുതൽ -1 അല്ലെ? -2 മുതൽ -1 പിന്നെ എന്താണ് -1 മുതൽ ഇൻഫിനിറ്റി. ഈ 3 ഇന്റർവെൽസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് -∞ -2 നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ഓക്കെ, അതുപോലെ -2 -1 നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും ഏതെങ്കിലും വാല്യൂ എടുക്കുമ്പോൾ. ആൻഡ് -1 ഇൻഫിനിറ്റിയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഈ ഇന്റർവെല്ലിൽ ഇറ്റ് ഈസ് ഡിക്രീസിങ്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പാട്ട്. ഓക്കെ, f of x is equal to x + 1 the whole cube into x - 3 the whole cube. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് f' of x നോക്കാം. f' of x നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ?
പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് x plus 1 the whole cube into derivative of second. Okay, so derivative of second ഞാനിപ്പോൾ ഇങ്ങോട്ട് എഴുതാം, d by dx of x minus 3 the whole cube. Okay, plus second into second x minus 3 the whole cube into d by dx of first x plus 1 the whole cube. Okay അല്ലേ? So ഇനി നമുക്ക് എന്താണ്? That is equal to x plus 1 the whole cube into എന്താ d by dx of x minus 3 the whole cube. നമ്മൾ ഫസ്റ്റ് പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 into x minus 3 the whole square അല്ലേ? ഇത് ഇവിടെ വരും, പവർ കുറയും. ഓക്കെ, പിന്നെ ഇതിന്റെ ഉള്ളിൽ എക്സ് മാത്രമല്ല, എക്സിനോട് എക്സ് മൈനസ് 3 ഉണ്ട്, പക്ഷെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താലും 1 എന്നേ കിട്ടത്തുള്ളൂ. 3 കോൺസ്റ്റന്റും എക്സിന്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. ഓക്കെ, സോ അപ്പൊ ഇതിന്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് എന്താണ്? പ്ലസ് എക്സ് മൈനസ് 3 the whole cube into ഇവിടെ നിന്ന് വരും 3 into x plus 1 the whole square. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. 3 into x plus 3 ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ സോ 3 into x plus 1 the whole cube into x minus 3 the whole square plus 3 into x minus 3 the whole cube into x plus 1 the whole square. Okay, so നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 3 ഇവിടെ x plus 1 the whole square ക്യൂബ് എടുക്കാൻ പറ്റില്ല, x plus 1 the whole square, കാരണം ഇവിടെ x plus 1 the whole square വരെ ഉള്ളൂ. അതുപോലെ തന്നെ x minus 3 the whole square നമുക്ക് പുറത്തെടുക്കാം അല്ലേ? സോ നമ്മൾ പുറത്തെടുക്കുമ്പോൾ 3 into x plus 1 the whole square into x minus 3 the whole square പുറത്തെടുത്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഓൾറെഡി x plus 1 the whole cube, സോ അവിടുത്തെ ഒരു x plus 1 അവിടെ ബാക്കിയുണ്ട് അല്ലെ? x plus 1 the whole square അല്ലേ നമ്മൾ പുറത്തെടുത്തുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് x minus 3 എന്താണ്? 3 എണ്ണം ഉണ്ട്, നമ്മൾ 2 എണ്ണം പുറത്തെടുത്തുള്ളൂ അല്ലെ? സോ ഒരു പ്ലസ് x minus 3യും ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? സോ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 3 into x plus 1 the whole square into x minus 3 the whole square. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2x minus 2 അല്ലേ? 2x minus 2. x ഉം 2x minus 3 plus 1 is minus 2. സോ ഇവിടെ നമുക്കൊരു 2 വീണ്ടും ഉണ്ട്, അത് നമുക്ക് എന്താണ്? വീണ്ടും ഈ 3ന്റെ കൂടെ 3 into 2 പുറത്തെടുത്തു. ഓക്കെ, അപ്പം എന്തുണ്ട്? x plus 1 the whole square into x minus 3 the whole square into x minus 1. ഓക്കെ, സോ 3 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. അപ്പൊ നമുക്ക് ഫൈനൽ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? f dash of x is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ f dash of x ന് നമ്മൾ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 6 into ഇത് x plus 1 the whole square into x minus 3 the whole square into x minus 1 is equal to 0. So x ന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടും? x is equal to minus 1, കാരണം x plus 1 the whole square is equal to 0, x is equal to minus 1. ഒന്ന് x is equal to minus 1. അടുത്ത എന്താണ്? x is equal to 3 കിട്ടും. അടുത്ത എന്താ? x is equal to 1 കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ്? 1 2 3 x ന് നമുക്ക് 3 വാല്യൂസ് കിട്ടി. x is equal to minus 1 ഉം 3 ഉം പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ടേബിള് വരയ്ക്കാം. ഓക്കെ, സോ നമ്മുടെ f dash of x ഇതാണ്, വലുതാണ്, സോ ഞാൻ ഫുൾ എഴുതുന്നില്ല, ജസ്റ്റ് f dash of x എന്ന് മാത്രം എഴുതുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഇത് നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്? -1 ഉണ്ട്, സോ -1. ഓക്കെ, പിന്നെ നമുക്കൊരു 1 ഉണ്ട്, പിന്നെ നമുക്ക് എന്താണ്? ഒരു 3 ഉണ്ട്. ഓക്കെ, ഇങ്ങനെയല്ലേ ഓർഡർ വരുന്നത്. സോ എന്താണ്? നമ്മുടെ ഇന്റർവെൽസ് ഒക്കെ എന്തൊക്കെയാ വരുന്നത്? ഒന്നാമത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇന്റർവെൽ എഴുതി. ഇനി അടുത്ത് എന്താണ്? നമ്മുടെ f dash of x, അത് എന്താ നിങ്ങൾ ഫുൾ എഴുതുക. ഓക്കെ, ഇനി എന്താണ്? പോസിറ്റീവ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ?
ഇവിടെ നമ്മുടെ ഒന്നാമത്തെ എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ. ഓക്കെ, സോ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വണ്ണ് നിങ്ങൾ വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. രണ്ട് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് നെഗറ്റീവ് ആയിരിക്കും വരിക. സോ നെഗറ്റീവ്, അപ്പൊ എന്താണ് ഡിക്രീസിങ്. ഓക്കെ, ഇനി അടുത്ത എന്താണ് മൈനസ് വൺ മുതൽ വൺ വരെ. സോ മൈനസ് വൺ വൺ, മൈനസ് വൺ വണ്ണിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. എഗെയിൻ നമുക്ക് നെഗറ്റീവ് ആണ്. സോ എഗെയിൻ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താണ് വൺ ടു ത്രീ, വൺ ത്രീയിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ്. ഓക്കെ, സോ അടുത്ത എന്താണ് ത്രീ ടു ഇൻഫിനിറ്റി. ഇതിന്റെ ഇടയ്ക്കുള്ള എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 4 ആകാം, 5ഓ 6ഓ. വണ്ണും 3 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് 2 ഇട്ട് കൊടുക്കാം, 2.5 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ പിന്നെ മൈനസ് വണ്ണും 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്താണ് നമുക്ക് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്, -2, -3 അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെ. സോ എന്താണ് അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സിൽ നമ്മൾ അങ്ങനെ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കുക. ആൻസർ എന്താണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ 3 to infinity നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് അഗെയിൻ ഇൻക്രീസിങ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് കാണുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 7. Show that y is equal to log 1 plus x minus 2x by 2 plus x, x greater than -1. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ -1 അത് ഇൻക്രീസിങ്. ഓക്കെ, വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1 ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഡൊമൈൻ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സോ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ നമ്പർ ലൈൻ ഉണ്ട് -∞ മുതൽ ഇൻഫിനിറ്റി വരെ. നമ്മുടെ -1 അതായത് എക്സിന്റെ വാല്യൂ എന്താണ് -1 ഗ്രേറ്റർ ആയിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, അതായത് -1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. y is equal to log of 1 plus x minus 2x by 2 plus x. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് y is equal to, അപ്പൊ നമുക്ക് ഇനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ഇതിന് ഒരു കാര്യം ചെയ്യാം, f of y എന്ന് ഇടാം, y ന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് f dash of y എങ്ങനെയാ കാണുക? ഫസ്റ്റ് log x, what is d by dx of log x is 1 by x. ഇവിടെ 1 by 1 plus x ആണ്, മൈനസ് ഇവിടെ എന്താ കുട്ടികളെ ചെയ്യണം? ഇവിടെ നമുക്ക് കോഷ്യന്റ് റൂൾ ആണ് ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ ഡിനോമിനേറ്റർ into derivative of numerator minus numerator into derivative of denominator. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 plus x മൈനസ് 2 plus x into d by dx of 2x is 2 ആണ് അല്ലേ? മൈനസ് 2x into d by dx of 2 plus x അത് 1 എന്ന് വരും അല്ലേ കുട്ടികൾ? എന്താണ് കാരണം ഇത് കോൺസ്റ്റന്റ് ആണ് 0, പിന്നെ ഇതെന്താണ് നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 divided by 2 plus x the whole square. Okay, so that is equal to 1 by 1 plus x minus. Okay, ഇത് നമുക്ക് 2 ഉണ്ട്, സോ നമുക്ക് ഈ 2 നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 2s are 4. Okay, 4 plus 2x minus 2x divided by 2 plus x the whole square. അപ്പം ഈ 2x ഉം 2x ഉം കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ട്? 1 by 1 plus x minus 4 by 2 plus x the whole square. ഇത് നമുക്ക് എന്താണ് ഇവിടെ a plus b the whole square ഫോം ആണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് LCM ഒക്കെ എടുത്തിട്ട് ഇതിനെ ഒന്ന് വൃത്തിയാക്കി ചെയ്യാം. ഓക്കെ, സോ
സോ നമ്മുടെ എൽ സി എന്താണ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ എന്താണ്, അതാണ് നമ്മുടെ എൽ സി എം വരുന്നത്. നമുക്കിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 2 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഓക്കെ, മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് എക്സ്. ഇനി നമുക്ക് 2 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കിടക്കട്ടെ, കാരണം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 2a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 4x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് 4x. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ 4x ക്യാൻസൽ ചെയ്യാൻ പറ്റും, 4 ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇതിവിടെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ, കാരണം നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് വൈ. ഓക്കെ, നമ്മുടെ എഫ് ഡാഷ് ഓഫ് വൈ എന്താണ്? ഇതാണ്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് ദിസ് വൺ when x is greater than -1 there is an increasing function of x throughout its domain. Okay, so ഇത് x ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1, അത് -1 മുതൽ ഇൻഫിനിറ്റി. ഓക്കെ, ആ ഒരു ഇതിൽ ഈ എഫ് ഡാഷ് ഓഫ് വൈ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പ്രൂവ് ചെയ്യുന്നല്ലേ അർത്ഥം. ഓക്കെ അല്ലേ? സോ എന്താണ്, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നോക്കി, എക്സ് സ്ക്വയർ ആണ് മുകളിൽ വന്നിരിക്കുന്നത്. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാല്യൂ ആയാലും എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 എന്നാണ്. ഓക്കെ, അതായത് 0, 1, 2 അതിലൊക്കെ എന്തായാലും നമ്മുടെ എക്സ് സ്ക്വയർ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. എല്ലാ വാല്യൂസ് ഓഫ് എക്സിലും എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി അടുത്ത് നമ്മുടെ എക്സ് പ്ലസ് 1. ഓക്കെ, സോ നമ്മുടെ എക്സ് പ്ലസ് 1നെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എക്സ് പ്ലസ് 1 ഓക്കെ, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് പ്ലസ് 1 എങ്ങനെയായിരിക്കും? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ 0 ആയി. 0 ആകുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. 1 ആവും, പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ? അപ്പം എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും when x is greater than -1. മനസ്സിലായോ? ഇനി അടുത്ത എന്താണ്? അടുത്ത നമ്മുടെ ടേം എന്ന് പറഞ്ഞാൽ x plus 2 the whole square. അതും സെയിം, x plus 2 the whole square is always greater than 0 ആയിരിക്കും. എന്താ? അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore our function f of x is increasing, is an increasing function when x is greater than -1. മനസ്സിലായല്ലേ? ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു. ഇവിടെ എക്സ് അല്ല, ഇവിടെ വൈന്റെ ടേംസിലാണ്. സോ എഫ് ഡാഷ് ഓഫ് വൈ കണ്ടു. നമ്മൾ ഓരോ ടേംസ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പോസിറ്റീവേ ആകൂ, അതായത് ഈ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. Okay, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.